സാധാരണ ഈ CPM വിട്ടൊക്കെ പോകുന്ന ആൾക്കാരെ പറ്റി വലിയ രീതിയിൽ പ്രചരണങ്ങളൊക്കെ നടത്തുന്ന അല്ലെങ്കിൽ അവരെ ഡീഗ്രേഡ് ചെയ്യുന്ന ഒരു രീതിയുണ്ട്. പക്ഷേ ഐഷ പോറ്റിയെ സംബന്ധിച്ച് അങ്ങനെ ഒരു ഡീഗ്രേഡിങ് മണ്ഡലത്തിൽ നിന്നും കിട്ടിയിട്ടില്ല. ഐഷ പോറ്റിയെ തെരഞ്ഞെടുപ്പ് രംഗത്തിൽ നിന്നും മാറ്റിയതിലുള്ള കൊട്ടാരക്കര മണ്ഡലക്കാരുടെ CPM അനുഭാവികളുടെയും ഐഷ പോറ്റിക്ക് വോട്ട് ചെയ്തവരുടെയും ഉള്ള ഒരു ശക്തമായ പ്രതിഷേധത്തിന്റെ സൂചനയാണ് ബാലഗോപാലിന്റെ വോട്ടിൽ കണ്ട ആ കുറവെന്ന് പറയുന്നത്. കൊട്ടാരക്കരയിലെ CPM പ്രവർത്തകരിൽ ഉൾപ്പെടെ അവശേഷിക്കുന്നുണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യം. ഒരു ജനവികാരവും CPMന്റെ MLA ആയിരിക്കുന്ന സമയത്തും ഐഷ പോറ്റിക്ക് ഒരു CPM-കാരുടെ ബലം പിടുത്തവോ പിരിമുറുക്കോ ഒന്നും വ്യക്തിപരമായിട്ട് അവരിൽ പരമ്പരാഗത രീതി ഈ ബാലഗോപാലിനെ നന്നായിട്ട് വിയർക്കേണ്ടി വരും എന്നുള്ളതാണ്. ഇരട്ടി വെള്ളം കുടിക്കേണ്ടി വരും. എന്നാൽ ഇപ്പൊ ചൂടുകാലമാണ്. നമസ്കാരം സർ. നമസ്കാരം. 2026 കേരള നിയമസഭാ ഇലക്ഷന്റെ ഡേറ്റ് ഒക്കെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അപ്പോൾ ഓരോ സ്ഥലത്തെയും ഓരോ മണ്ഡലത്തിലെയും സ്ഥാനാർത്ഥി പ്രഖ്യാപനങ്ങളും 3 മുന്നണികളും നടത്തിയിട്ടുണ്ട്. ഇനി കുറച്ചുകൂടി മാത്രമേ ബാക്കിയുള്ളൂ. ബാക്കി എല്ലാത്തിൻ്റെയും നമുക്കൊരു രേഖാചിത്രം പൂർണ്ണമാണ്. കൊട്ടാരക്കരയിലേക്ക് എത്തുന്ന സമയത്ത് അവിടെ സ്ഥാനാർത്ഥികളെ നോക്കുമ്പോൾ തന്നെ ഒരു പ്രത്യേകതയാണ് തോന്നുന്നത്. ഇതിനു മുൻപ് CPM ലേബലിൽ മത്സരിച്ചിരുന്ന അഡ്വക്കേറ്റ് P. ഐഷ പോറ്റി ഇപ്പൊ UDFന്റെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നു. അതേപോലെ തന്നെ R. രശ്മി, ഇതിനു മുൻപ് കോൺഗ്രസിലായിരുന്ന R. രശ്മി BJP ടിക്കറ്റിൽ മത്സരിക്കുന്നു. ഫിനാൻസ് മിനിസ്റ്റർ ആയിട്ടുള്ള അല്ലെങ്കിൽ നമ്മുടെ ധനകാര്യ വകുപ്പ് മന്ത്രിയായിട്ടുള്ള KN ബാലഗോപാൽ CPMന്റെ പ്രതിനിധിയായിട്ടും മത്സരിക്കുന്നു. എന്തായിരിക്കാം കൊട്ടാരക്കരയുടെ ആ ഒരു മൊത്തത്തിലുള്ള ഒരു രൂപം എന്ന് പറയുന്നത്? ജയം ആരിലേക്കായിരിക്കും കൂടുതൽ വരിക? അതൊരു നല്ല ഒരു ഈ പറഞ്ഞതുപോലെ രശ്മി ആതിര പറഞ്ഞതുപോലെ രസകരമായ ഒരു പശ്ചാത്തലമാണ്. കാര്യം അവിടെ ഈ ബാലഗോപാൽ മാത്രമേ ഉള്ളൂ ഈ ഒരു മാറ്റമില്ലാതെ മത്സരിക്കുന്ന വ്യക്തി എന്ന് പറയുന്നത്. ബാക്കി ഐഷ പോറ്റി ആണെങ്കിലും രശ്മിയാണെങ്കിലും ഒക്കെ ഈ പറഞ്ഞതുപോലെ അവർ വളരെ ഘടകവിരുദ്ധമായ ഒരവസ്ഥയിൽ നിന്നാണ് ഇപ്പോഴത്തെ ഈ പുതിയൊരവസ്ഥയിലേക്ക് വന്നിരിക്കുന്നത്. അപ്പോൾ അവിടെ വളരെ ശക്തമായ പോരാട്ടങ്ങൾ നടക്കുന്ന മണ്ഡലങ്ങളിലൊന്ന് തന്നെയാണ് കൊട്ടാരക്കര. അവിടെ ഏറ്റവും ഇപ്പം നമ്മൾ നോക്കുന്ന സമയത്ത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലേക്ക് ഈ 2016 തെരഞ്ഞെടുപ്പും 2021 തെരഞ്ഞെടുപ്പും ഒക്കെ നമുക്കിവിടെ പഠന വിധേയമാക്കാവുന്ന ഒരു സാധനമാണ്. കാരണം 2021 ബാലഗോപാലിന് ഈ R. രശ്മിയേക്കാൾ ഏതാണ്ട് ഒരു 11,000 ശിഷ്ട വോട്ടിൻ്റെ വ്യത്യാസം ഉണ്ടായിരുന്നു. അന്ന് BJP സ്ഥാനാർത്ഥിക്ക് 21,000 ശിഷ്ട വോട്ട് മാത്രം ഉണ്ടായിരുന്നു. എന്നാൽ ഐഷ പോറ്റി 2016 അവിടെ മത്സരിച്ച് ജയിക്കുമ്പോൾ 83,000 ശിഷ്ട വോട്ടിലാണ് ജയിക്കുന്നത്. അതായത് അന്നത്തെ കോൺഗ്രസ് സ്ഥാനാർത്ഥിക്ക് അല്ലെങ്കിൽ UDF സ്ഥാനാർത്ഥിക്ക് 40,000 വോട്ടാണ് കിട്ടിയത്. അപ്പൊ പകുതിയിൽ കൂടുതൽ ഭൂരിപക്ഷത്തിലാണ് ഐഷ പോറ്റി അവിടെ ജയിക്കുന്നത്. ഐഷ പോറ്റിക്ക് ശേഷമാണ് അപ്പോൾ അതിൻ്റെ 55% കണ്ട് വോട്ട് ഐഷ പോറ്റിക്ക് കിട്ടി. അതിനുശേഷം വന്ന തിരഞ്ഞെടുപ്പിലാണ് ഐഷ പോറ്റിയെ മാറ്റിയിട്ട് KN ബാലഗോപാലിന് വരുന്നത്. KN ബാലഗോപാൽ വരുന്ന സമയത്ത് ഏതാണ്ട് 68,000 വോട്ടുണ്ട്. 68,000 വോട്ട് 68,000 വോട്ടും അതായത് 45% ബാലഗോപാലിന് കൊട്ടാരക്കര കിട്ടിയത്. അപ്പൊ ഇവിടെ ഇത് സൂചിപ്പിക്കുന്നത് ഐഷ പോറ്റി അവിടെ വളരെ സ്വീകാര്യമായ ഒരു വ്യക്തിയാണെന്നുള്ളതാണ് അല്ലേ. അതായത് 83,000 ശിഷ്ട വോട്ട്. അത് മാത്രമല്ല അന്ന് BJP 2016 ഐഷ പോറ്റി ജയിക്കുമ്പോൾ BJP 24,000 ശിഷ്ട വോട്ട് BJPയുടെ സ്ഥാനാർത്ഥി നേടിയിരുന്നു. 2021 KN ബാലഗോപാലെ 62,000 ശിഷ്ട വോട്ട് വാങ്ങി ജയിക്കുന്ന സമയത്ത് 45% വോട്ട് വാങ്ങി ജയിക്കുന്ന സമയത്ത് BJPയുടെ സ്ഥാനാർത്ഥിക്ക് 21,000 ശിഷ്ട വോട്ടേ വാങ്ങിയിട്ടുള്ളൂ. 3,000 ശിഷ്ട വോട്ട് കുറയുകയും ചെയ്തു. അപ്പൊ ഇതൊക്കെ എടുത്ത് നോക്കുമ്പോൾ നമ്മൾ കാണുന്ന സംഗതി ഐഷ പോറ്റിക്ക് കൊട്ടാരക്കര മണ്ഡലത്തിലുള്ള സ്വീകാര്യതയാണ്. സാധാരണ ഈ CPM വിട്ടൊക്കെ പോകുന്ന ആൾക്കാരെ പറ്റി വലിയ രീതിയിൽ പ്രചരണങ്ങളൊക്കെ നടത്തുന്ന അല്ലെങ്കിൽ അവരെ ഡീഗ്രേഡ് ചെയ്യുന്ന ഒരു രീതിയുണ്ട്. പക്ഷേ ഐഷ പോറ്റിയെ സംബന്ധിച്ച് അങ്ങനെ ഒരു ഡീഗ്രേഡിങ് മണ്ഡലത്തിൽ നിന്ന് കിട്ടിയിട്ടില്ല എന്ന് മാത്രമല്ല
അവിടെ നമ്മൾ കാണേണ്ട സംഗതി ഈ എന്തുകൊണ്ട് 83,000 ശിഷ്ടം വോട്ടിന് ഐഷ പോറ്റി ജയിച്ച സ്ഥലത്ത് KN ബാലഗോപാൽ വെറും 68,000 ഇഷ്ട വോട്ടിൻ്റെ വോട്ട് നേടി. അതായത് കോൺഗ്രസിൻ്റെ അതായത് 2016 ഐഷ പോറ്റി ജയിക്കുമ്പോൾ എതിർ സ്ഥാനാർത്ഥിയേക്കാൾ ഇരട്ടി വോട്ടിനേക്കാൾ 3,000 ഇഷ്ട വോട്ട് കൂടുതൽ വാങ്ങിയിട്ടാണ് ജയിക്കുന്നത്. അതേ സ്ഥലത്ത് CPM-ന്റെ KN ബാലഗോപാൽ 2021 ജയിക്കുമ്പോൾ വെറും 11,000 ഇഷ്ട വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് ജയിക്കുന്നത്. അത് ഒരു പ്രതിഷേധത്തിന്റെ സൂചനയാണ്. ഐഷ പോറ്റിയെ തെരഞ്ഞെടുപ്പ് രംഗത്തിൽ നിന്നും മാറ്റിയതിലുള്ള കൊട്ടാരക്കര മണ്ഡലക്കാരുടെ CPM അനുഭാവികളുടെയും ഐഷ പോറ്റിക്ക് വോട്ട് ചെയ്തവരുടെയും ഉള്ള ഒരു ശക്തമായ പ്രതിഷേധത്തിന്റെ സൂചനയാണ് ബാലഗോപാലിന്റെ വോട്ടിൽ കണ്ട ആ കുറവെന്ന് പറയുന്നത്. മാത്രമല്ല അത് പിന്നെ BJP-ക്കാരുടെ വോട്ട് എങ്ങോട്ട് പോയി എന്നുള്ളതും നോക്കേണ്ടതാണ്. 2016 ഐഷ പോറ്റി 83,000 ഇഷ്ട വോട്ട് വാങ്ങിയോടെ ജയിക്കുന്ന സമയത്ത് BJP-യുടേത് 24,000 ഇഷ്ട വോട്ടായിരുന്നു. KN ബാലഗോപാല് 45% അല്ലെങ്കിൽ 68,000 വോട്ട് ശിഷ്ട വോട്ട് വാങ്ങിയോടെ ജയിക്കുന്ന സമയത്ത് BJP-യുടെ വോട്ട് 21,000 ഇഷ്ട വോട്ടാണ്. അപ്പൊ ഈ 3,000 ഇഷ്ട വോട്ട് എങ്ങോട്ട് പോയി? എന്തായാലും കോൺഗ്രസ് സ്ഥാനാർത്ഥിയിലേക്ക് അധികം പോയി എന്ന് നമുക്ക് പറയാൻ പറ്റുന്നില്ല. കോൺഗ്രസ് സ്ഥാനാർത്ഥി കുറച്ച് വാങ്ങിയിട്ടുണ്ട്. പക്ഷേ അങ്ങനെയുള്ള ഒരു വോട്ടിംഗ് പാറ്റേൺ ആണ് നമ്മൾ ഈ കൊട്ടാരക്കരയിൽ കാണുന്നത്. ഐഷ പോറ്റിക്ക് വളരെ വളക്കൂറുള്ള ഒരു മണ്ണായിട്ട് തന്നെയാണ് കാണുന്നത്. കാരണം ഐഷ പോറ്റിയുടെ പുറത്തേക്ക് വന്ന അല്ലെങ്കിൽ CPM വിട്ട് പുറത്തേക്ക് വരുന്ന സമയത്ത് അവർ പറഞ്ഞ വാക്കുകൾ സ്വീകാര്യമായിരുന്നു. ഒരു അധികാരമുഖത്തിന്റെ അപ്പുറത്തേക്കും ഒരു അല്ലെങ്കിൽ പ്രവർത്തകയുടെ പ്രതിഷേധം നമുക്ക് ആ വാക്കുകളിൽ കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. ആ പ്രതിഷേധം ജനങ്ങൾ കേൾക്കുന്ന അല്ലെങ്കിൽ ജനങ്ങൾ വീണ്ടും തന്നെ അംഗീകരിക്കും എന്നൊരു ഉറപ്പ് ഐഷ പോറ്റിക്ക് ഇപ്പോഴും കൊട്ടാരക്കരയിലുണ്ടോ? അത് വളരെ ആ ഒരു ആത്മവിശ്വാസം ഐഷ പോറ്റിയിൽ നമുക്കത് അവരുടെ വാക്കുകളിൽ കാണാൻ കഴിയും. ഈ വോട്ടിംഗ് പാറ്റേൺ നോക്കുമ്പോഴും നമുക്ക് അതാണ് മനസ്സിലാക്കുന്നത്. കാരണം അവിടുത്തെ CPM-ന്റെ ഉള്ളിൽ ഇപ്പോൾ ഉദാഹരണത്തിന് പൊതുവെ ഇപ്പം തന്നെ ഈ എന്താ പറയുക എല്ലാം ശരിയാക്കി എന്ന് LDF അവകാശപ്പെടുമ്പോൾ പോലും ഇന്നിപ്പോൾ LDF അതായത് CPM വോട്ടർമാരെ നേരിടുന്നത് ഒരുപാട് പ്രതിരോധങ്ങളുമായിട്ടാണ് നേരിടേണ്ടി വരുന്നത്. ഒന്നാമത് 2 തവണ അടുപ്പിച്ച് 10 വർഷം ഭരണത്തിൽ ഇരുന്നു എന്നുള്ള ഒരു ആന്റി ഇൻകംബൻസി ഫാക്ടർ സ്വാഭാവികമായിട്ടുണ്ടാവും. അതേപോലെ തന്നെ ഒരുപാട് സംഗതികൾ ഈ ജനങ്ങളുടെ മനസ്സിലുണ്ടാവും. ഇപ്പോൾ ഈ എന്തുകൊണ്ട് തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ ഇത്രയും വലിയൊരു ആരും പ്രതീക്ഷിക്കാത്ത ഈവൻ UDF പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള ഒരു വിജയം UDF-ന് കിട്ടാൻ കാരണം എന്താണ്? അപ്പോൾ ഇതൊക്കെ പറയുന്നുണ്ടെങ്കിലും ജനം ഇപ്പം നമ്മളുടെ സുതാര്യമായ ഒരു ലോകമാണ്. ജനങ്ങൾ ഇതെല്ലാം വാച്ച് ചെയ്യുന്നുണ്ട്, എല്ലാം വളരെ സൂക്ഷ്മതയോടുകൂടി മനസ്സിലാക്കിയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഒരു എന്തുകൊണ്ട് ഇത്രയും നല്ല ഭരണം കാഴ്ചവെങ്കിലും 2ാം തവണ തുടർച്ച കിട്ടിയെങ്കിലും ചരിത്രം സൃഷ്ടിച്ചെങ്കിലും ഈ പറഞ്ഞതുപോലെ കിഫ്ബിയിൽ നിന്ന് 1,00,000 ശിഷ്ടം കോടി രൂപ കേരളത്തിൻ്റെ വികസനത്തിന് ചെലവഴിച്ചിട്ടും ബാലഗോപാൽ വലിയൊരു മോശം ഇമേജ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള വ്യക്തിപരമായിട്ടും അല്ലാതെ ഒരു മന്ത്രി എന്ന നിലയിലും സമർത്ഥനെന്ന് നേടിയിട്ടില്ലെങ്കിൽ പോലും അദ്ദേഹത്തിന് മോശം ഇമേജ് അധികം ഇല്ലാത്തൊരു വ്യക്തിയുമാണ് അല്ലേ? എന്നിട്ടും ഈ കൊല്ലവും കൊട്ടാരക്കരയും ഒക്കെ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ ഈ തെരഞ്ഞെടുപ്പിന്റെ രീതി കാണുമ്പോൾ നമ്മൾ വിശേഷിച്ചും കൊല്ലം ജില്ലയിൽ ഒക്കെ നമ്മൾ കാണുന്നതെന്ന് വെച്ചാൽ വല്ലാത്ത രോഷം ജനങ്ങളിൽ ഉണ്ടായിരുന്നു. ആ രോഷം ആദ്യത്തെ ഒരു പ്രകടനമായിരുന്നു തദ്ദേശം എന്ന് പറയുന്നത്. അപ്പൊ അത്ര തന്നെ ആ ഒരു തീക്ഷ്ണത ചിലപ്പോൾ ഈ അസംബ്ലി ഇലക്ഷൻ ഉണ്ടാവും എന്ന് നമുക്ക് പറയാൻ പറ്റും. ഭരണപക്ഷം അതിൽ പേടിച്ചിട്ടുണ്ടായിരുന്നല്ലോ. ആദ്യ പ്രതികരണങ്ങളിലൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നത് തദ്ദേശത്തിൽ ആ ഒരു ഭരണവിരുദ്ധ വികാരം അത്രയും കാലം സമ്മതിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ അത് ബാധിച്ചിട്ടുണ്ട് എന്ന് പാർട്ടി അവസാനം സമ്മതിക്കുന്നത് തദ്ദേശത്തിന്റെ ആ ഒരു റിസൾട്ടിന് ശേഷമാണ്. അതേപോലെ KN ബാലഗോപാലിനെ സംബന്ധിച്ചാണെങ്കിൽ
ഈ മുൻകാല ഫിനാൻസ് മിനിസ്റ്ററുകളെ സംബന്ധിച്ച് നമ്മൾ കമ്പയർ ചെയ്ത് നോക്കുമല്ലോ, ഇപ്പൊ ബഡ്ജറ്റ് അവതരണങ്ങളാണെങ്കിലും അങ്ങനെയൊന്ന് കമ്പയർ ചെയ്യുന്ന സമയത്ത് ഇദ്ദേഹം അത്ര പോരാ, അല്ലെങ്കിൽ ഒരു ധനകാര്യമന്ത്രി എന്ന രീതിയിൽ ഇദ്ദേഹം മണ്ഡലങ്ങളിൽ അത്രത്തോളം ഒന്നും ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ അത്രയൊന്നും പോരായിരുന്നു എന്നൊരു അഭിപ്രായമുണ്ട്. ഇനിയിപ്പോ തമ്മിൽ താരതമ്യം ചെയ്യുകയാണെങ്കിലും ഐഷ പോറ്റിക്കാണ് KN ബാലഗോപാലിനെക്കാട്ടിൽ മുൻതൂക്കമുള്ളതും. അവരുടെ വാക്കുകൾക്കാണ് ജനങ്ങളാണെങ്കിലും പിന്നെ പാർട്ടി പോലും, പാർട്ടിയിലെ ആണെങ്കിലും ഇവരോടൊപ്പം പ്രവർത്തിച്ചിട്ടുള്ള ആൾക്കാരുണ്ടാവില്ലേ. ഐഷ പോറ്റി എന്ന് പറയുന്ന ഒരു നല്ല പ്രവർത്തകയാണെങ്കിൽ ഉറപ്പായും ഈ CPM അകത്തിലെ പ്രവർത്തകരുടെ വോട്ട് ഇവരുടെ അടുത്തേക്ക് പോവില്ലേ. ചിലപ്പോൾ ബാലഗോപാലിന് വേണ്ടിയിട്ടായിരിക്കാം അവർ പ്രചരണത്തിന് ഇറങ്ങുന്നത്. അത്തരത്തിലുള്ള ചരിത്രവും ഈ കേരള രാഷ്ട്രീയത്തിലില്ലേ? അല്ല, ഇപ്പൊ ഒന്നാമത് കേരളത്തിൽ മുഴുവൻ CPM വലിയൊരു ദുർബലമായ അവസ്ഥയിലാണ്. തീർച്ചയായും അതിന്റെ ചട്ടക്കൂടുകൾ, സ്ട്രക്ചർ പലയിടത്തും ഇങ്ങനെ ഇളകുകയും ആടുകയും മുടിയുകയും വീഴുകയും ഒക്കെ ചെയ്യുന്നൊരു സാഹചര്യമുണ്ട്. അത് ഒരിടത്തായിട്ട് മാത്രമുള്ള സംഗതിയല്ല, ചിലയിടത്ത് അത് പെട്ടെന്ന് പൊട്ടിത്തെറിക്കുന്നത് മാത്രമേ ഉള്ളൂ, ചില ഇമ്മീഡിയറ്റ് കോസസ് വരുന്ന സമയത്ത്. അപ്പോൾ അങ്ങനെ ദുർബലമായ ഒരു അവസ്ഥയിലാണ് നീങ്ങുന്നത്. അതേപോലെ ഈ ഇപ്പം KN ബാലഗോപാൽ ഈ പറഞ്ഞതുപോലെ ഒരു അദ്ദേഹം വലിയ സാമ്പത്തിക വിദഗ്ധനാണെന്നുള്ള അഭിപ്രായമൊന്നും ആൾക്കാർക്കില്ല, അദ്ദേഹത്തിനുണ്ടാവില്ല. അദ്ദേഹം ഈ പറഞ്ഞ പോലെ കയറിയ അന്ന് മുതൽ ഞെരുക്കത്തിലാണ്, സാമ്പത്തികമായ ഞെരുക്കത്തിലൂടെയാണ് അദ്ദേഹം ധനകാര്യമന്ത്രി എന്ന നിലയിൽ കടന്നു പോകുന്നത്. പിന്നെ മറ്റൊന്ന്, അദ്ദേഹത്തിന് കൊട്ടാരക്കര മണ്ഡലത്തിൽ ഈ പറഞ്ഞ പോലെ അദ്ദേഹത്തിന് മോശം ഇമേജ് ഉണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. കൊട്ടാരക്കരയിൽ അദ്ദേഹം ചെയ്ത വേറൊരു വലിയൊരു നേട്ടം, അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു അധികം ഹൈലൈറ്റ് ചെയ്യപ്പെടാതെ പോയിട്ടുള്ള ഒരു നേട്ടമാണ് ഈ സോഹോ കോർപ്പറേഷൻ്റെ ഒരു സൈറ്റ് കൊട്ടാരക്കരയിൽ കൊണ്ടുവന്നത്. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിൽ വന്നിട്ടുള്ള ഒരു വളരെ സുപ്രധാനമായ ഒരു സംരംഭമാണ് വന്നത്. അത് ശരിക്കും ബാലഗോപാലിൻ്റെ പേഴ്സണൽ ഇനിഷ്യേറ്റീവിൽ ഈ കൊണ്ടുവന്ന ഒരു സംഗതിയാണ് ആ സംഗതി. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ചില സാധനങ്ങൾ അദ്ദേഹം ചെയ്തിട്ടുണ്ട്. പക്ഷെ എന്നിരുന്നാൽ പോലും ഐഷ പോറ്റിയുടെ മുൻപിൽ കൊട്ടാരക്കരയിൽ ബാലഗോപാൽ വളരെയധികം കഷ്ടപ്പെടേണ്ടി വരും എന്നുള്ള ഉറപ്പാണ്. നമ്മൾ ആരും ജയിക്കും തോക്കും എന്ന് നമുക്ക് പറയേണ്ട കാര്യമില്ല. പക്ഷെ കഷ്ടപ്പെടേണ്ടി വരും. കാരണം ഐഷ പോറ്റിക്ക് ആ മണ്ഡലത്തിന്റെ ഒരു പൊതു സ്വഭാവം, അത് നമ്മൾ ഈ കഴിഞ്ഞ 2016 തെരഞ്ഞെടുപ്പിന് നോക്കിയാലും 2021 നോക്കുമ്പോഴും മനസ്സിലാകുന്നത് ഐഷ പോറ്റിയോട് CPM നീതി പുലർത്തിയില്ല എന്നുള്ളൊരു ബോധ്യം കൊട്ടാരക്കരയിലെ CPM പ്രവർത്തകരിൽ ഉൾപ്പെടെ അവശേഷിക്കുന്നുണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യം. ഒരു ജനവികാരമുണ്ട്. ഐഷ പോറ്റിയുടെ ഒരു പ്രത്യേക സ്നേഹം കൊട്ടാരക്കരയിലെ ജനങ്ങൾക്ക് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. പൊതുവെ ഈ പാർട്ടി മാറിപ്പോകുന്ന ആൾക്കാരോട് അങ്ങനെ പൊതുവെ ഉണ്ടാവുന്ന ഒരു കാര്യമല്ല. പക്ഷെ എനിക്ക് തോന്നി വർഷങ്ങളായി പ്രവർത്തിച്ചിരുന്ന ആൾക്കാരായതുകൊണ്ടായിരിക്കും ചിലപ്പോൾ ജനങ്ങൾക്ക് അത്രത്തോളം സ്നേഹം, അല്ലെങ്കിൽ പാർട്ടിക്ക് വേണ്ടി അല്ലെങ്കിൽ ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ചിട്ടും പാർട്ടി ഒഴിവാക്കിയതുകൊണ്ട് മാത്രം ഈ വിഷമിച്ചിറങ്ങി പോകുന്ന ആൾക്കാരോടായിരിക്കും ജനങ്ങൾക്ക് ഒരു പ്രത്യേക സ്നേഹവും അങ്ങനെ ഒരു ഫേസ് വാല്യൂ ഐഷ പോറ്റിക്ക് ഉണ്ടായിരുന്നു. ഐഷ പോറ്റിയുടെ ഒരു പാർട്ടി വിട്ട് വന്നു കഴിഞ്ഞിട്ട് ഐഷ പോറ്റി ജനങ്ങളെ സംവാദം ചെയ്ത് സംസാരിക്കുകയുണ്ടായിരുന്നല്ലോ. ആ സമയത്തൊക്കെ സാധാരണ ഈ സൈബർ ഇടങ്ങളിലൊക്കെ ഒരുപാട് ബാഡ് കമന്റുകളൊക്കെ നമ്മൾ കാണാറുണ്ട്. പക്ഷെ ഞാൻ ആ പ്രസംഗം കേൾക്കുന്ന സമയത്ത് ഐഷ പോറ്റിയെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു വിഭാഗം ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. ഐഷ പോറ്റിയുടെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഐഷ പോറ്റിയിലെ CPMന്റെ MLA ആയിരിക്കുന്ന സമയത്തും ഐഷ പോറ്റിക്ക് ഒരു CPM-കാരുടെ ബലം പിടുത്തവോ പിരിമുറുക്കോ ഒന്നും വ്യക്തിപരമായിട്ട് അവരിൽ പരമ്പരാഗത രീതി വിട്ടു അതെ ഈ പറഞ്ഞതുപോലെ ചതുരാകൃതിയിൽ സംസാരിക്കുക, അങ്ങനെ ഈ മറ്റേ CPM-ലെ കുറച്ചാൾ പ്രവർത്തിക്കുകയും സ്റ്റഡി ക്ലാസ്സിനൊക്കെ പോവുകയും ചെയ്യുന്ന സമയത്ത് നമ്മുടെ സംഭാഷണത്തിന്റെ ഒരു ജൈവ സ്വഭാവം നഷ്ടമാവും. എന്നിട്ട് ഇങ്ങനെ ചതുരം പോലെയാണ് സംസാരിക്കുന്നത്. ഈ ചില ഈ മറ്റേ തടി കഷ്ണങ്ങളൊക്കെ പണിഞ്ഞു വെച്ച് ഓരോ കസേരയൊക്കെ ഉണ്ടാക്കുന്ന രൂപത്തിലൊക്കെയാണ് സംസാരിക്കുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള സംഭാഷണങ്ങളോ അതല്ലെങ്കിൽ പാർട്ടി ജാർഗണുകൾ ഉപയോഗിക്കുകയോ അതല്ലെങ്കിൽ ഈ ഉദാഹരണത്തിന് ചില CPM പ്രവർത്തകർ ഉപയോഗിക്കുമ്പോൾ നമ്മൾ കാണുന്നൊരു സംഗതിയുണ്ട്. ഇപ്പം കേരളത്തിൽ CPM നേതാക്കളൊക്കെ സംസാരിക്കുന്ന സമയത്ത് ഇപ്പം നമ്മൾ കാണേണ്ടത് എന്ന് പറയും. അതെന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ പിണറായി വിജയൻ അതാണ് ഉപയോഗിക്കുന്നത്, ഇതിൽ നമ്മൾ കാണേണ്ടത്. അപ്പോൾ അതുകൊണ്ട് മറ്റ് നേതാക്കന്മാരെല്ലാം നമ്മൾ കാണേണ്ടത്, പിന്നെ നിർമ്മിതി, ഇങ്ങനെയൊക്കെയുള്ള ഉൽപ്പന്നം, ഇങ്ങനെയൊക്കെയുള്ള ചില പ്രയോഗങ്ങളുണ്ട് CPM-ന്. അത്തരം പ്രയോഗങ്ങളൊന്നും ഇല്ലാതെ സാധാരണ മനുഷ്യരുടെ കണക്ക് സംസാരിക്കുന്ന ഒരു ചിരിയോടുള്ള ഉദാഹരണത്തിന് CPM-കാരൊക്കെ വളരെ ചിരിയുടെ കാര്യത്തിലൊക്കെ വളരെ പിശുക്ക് കാണിക്കുന്ന കൂട്ടത്തിലാണ്. ചിരിക്കുന്നത്
പാർട്ടി വിരുദ്ധമാണെന്ന് പോലും അവരറിയാതെ വിശ്വസിക്കുന്ന ഒരു അവസ്ഥയുള്ള ഗൗരവമാണ് നല്ലത്. ഗൗരവമാണ്. അതിപ്പോൾ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റിന്റെ അല്ലെ സംസ്ഥാന കമ്മിറ്റിയുടെ മീറ്റിംഗ് തുടങ്ങുന്നതിന് തൊട്ട് മുമ്പ് ഈ ചാനലിലൊക്കെ ഈ എല്ലാവരും ഇരിക്കുന്ന ഒരു ചിത്രം കാണിക്കും. എല്ലാവരുടെ തലയിലും ഒരു 10,000 കിലോ വെയിറ്റ് ഉള്ളത് പോലെയാണ് നമുക്ക് തോന്നുന്നത്. ഒരൊറ്റ ചിരിക്കുന്ന മുഖത്തെ പോലും നമുക്ക് അപൂർവമായിട്ട് ഈ കാണുന്നത് തോമസ് ഐസക്കിന്റെ ഒരു ചിരിയുടെ മുഖം കാണാം. അതും വളരെ റെയർ ആയിട്ടുള്ളത്. ബാക്കി എല്ലാവരും എന്തോ ഒരു ഭയങ്കരമായ ഒരു ഭാരം എടുത്തിരിക്കുന്ന രീതിയിലാണ് സംസാരിക്കുന്നത്. അപ്പൊ അങ്ങനെയൊക്കെയുള്ള ചിരിക്കാത്ത CPM-കാരുടെ കാർക്കശ്യത്തിന്റെ ഒക്കെ മുഖത്തിന്റെ ഇടയ്ക്ക് ഐഷ പോറ്റി അന്നും വളരെ വ്യത്യസ്തയായി. സംവിധാനത്തിന് പുറത്തുള്ള ഒരു CPM-കാരി മനുഷ്യ ഒരു എന്താ പറയുക, ഒരു പ്രാപ്യമായിരുന്നു. ഒരു സാധാരണക്കാർക്ക് അവരുടെ അടുത്ത് പോയി സംസാരിക്കാനും ഒരു സ്ത്രീ എന്ന നിലയിൽ സമീപിക്കാനും ഒരു സഖാവ് എന്നുള്ള ഒരു പരിവേഷം ഐഷ പോറ്റിക്ക് ഒരിക്കലും കൊട്ടാരക്കര മണ്ഡലത്തിൽ ഉണ്ടായിരുന്നില്ല. അത് തന്നെയാണ് അവര് 2016 83,000 ഇഷ്ട വോട്ട് വാങ്ങി ജയിക്കാൻ കാരണം. ജനങ്ങളുടെ ഇടയിൽ അവർക്കുണ്ടായിരുന്ന സ്വീകാര്യത കണക്കിലെടുക്കാതെ KN ബാലഗോപാലിനെ കൊണ്ട് നിർത്തിയതിന്റെ പ്രതിഷേധവുമാണ് KN ബാലഗോപാല് ഭൂരിപക്ഷം കുറഞ്ഞ് 14,000 ഇഷ്ട വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ ജയിച്ചതും ഐഷ പോറ്റി നേരെ മറിച്ച് തൊട്ട് മുമ്പ് 43,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് ജയിച്ചത്. എന്തായാലും കൊട്ടാരക്കരയിലെ ഏകദേശം രൂപം മുന്നിലേക്ക് എത്തിയിരിക്കുന്ന ഒരു സാഹചര്യമാണ്. ഐഷ പോറ്റിക്ക് വിജയാശംസകൾ, അതേപോലെ തന്നെ KN ബാലഗോപാലിനും രശ്മിക്കും 3 പേർക്കും വിജയാശംസകൾ. കാരണം പ്രവർത്തകർ നല്ല രീതിയിലൂടെ പ്രവർത്തിച്ചു തുടങ്ങിയിട്ടുണ്ട്. നമ്മളിപ്പോ ഒരാൾക്കായിട്ട് വിജയാശംസകൾ കൊടുക്കുന്നത് ആവശ്യമില്ലല്ലോ. നമ്മളിപ്പോ ഈ പറഞ്ഞ പോലെ ഇന്നാര് ജയിക്കുമെന്ന് പറയേണ്ട ആവശ്യം എന്താ? അതേ സമയത്ത് നമുക്ക് വിലയിരുത്താം. മറ്റേത് ഇന്നാര് ഇപ്പൊ മുൻകൂട്ടി അറിഞ്ഞുകൊണ്ട് വല്ല പ്രയോജനമുണ്ട്? ഒരു പ്രയോജനമില്ല. അങ്ങനെ പിന്നെ ഇലക്ഷന്റെ ആവശ്യമില്ലല്ലോ. ഇലക്ഷൻ വരട്ടെ, റിസൾട്ട് വരട്ടെ, ജയിക്കുന്നത് ആരാണെന്ന് വെച്ചാൽ നമുക്ക് സ്വീകരിക്കാം. പക്ഷെ അവിടെ ബാലഗോപാലിനെ നന്നായിട്ട് വിയർക്കേണ്ടി വരും എന്നുള്ളതാണ്. ഇരട്ടി വെള്ളം കുടിക്കേണ്ടി വരും. എന്നാൽ ഇപ്പൊ ചൂടുകാലമാണ്. അപ്പൊ വെറും വെള്ളം കുടിക്കാനും പാടില്ല. എന്തെങ്കിലും നാരങ്ങ ഉപ്പൊക്കെ ഇട്ടുള്ള വെള്ളം ധാരാളം കുടിച്ചേ പറ്റും, തയ്യാറാക്കി കൊടുക്കട്ടെ. അപ്പൊ നന്നായിട്ട് വിയർക്കേണ്ടി വരും.